والسلام على سيدنا محمد رسول الله وعلى آله وأصحابه وأتباعه الفائزين برضا الله أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവരെയും നമുക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന എല്ലാ സാമർഥ്യങ്ങളെയും മറ്റെല്ലാ വിഭവങ്ങളെയും അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ നിലനിൽപ്പിനായി കബൂലാക്കുമാറാകട്ടെ. നമ്മളുടെ പരമ്പരകളെ ഖിയാമത്ത് നാൾ വരെ നേരായ വഴിയിൽ ദീനിൻ്റെ പാതയിൽ ഉറച്ചു നിന്ന് അല്ലാഹുവിൻ്റെ ദീനിന് വേണ്ടി സേവനം ചെയ്യുന്നവരായി അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഇവിടെ നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നാം എല്ലാവർക്കും പ്രിയങ്കരനായ ബഹുമാന്യനായ യൂസുഫ് ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു അവരുടെ ഒരു അനുസ്മരണത്തിന് വേണ്ടിയാണ് ഒരുമിച്ച് കൂടിയത്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറയപ്പെട്ടു. സാധാരണ നിലയിൽ എപ്പോഴും എവിടെയാണെങ്കിലും എല്ലാം കഴിഞ്ഞ അവസാനമാണ് പറയാൻ എനിക്ക് അവസരം കിട്ടുക. എന്തെല്ലാം പറയാൻ വിചാരിച്ചു വന്നോ അത് മുഴുവനും എല്ലാവരും പറഞ്ഞു തീർന്നിരിക്കും. പിന്നെ എന്തെങ്കിലും പുതിയത് കണ്ടെത്തണം. അങ്ങനെ പുതിയത് കണ്ടെത്താൻ എപ്പോഴും സാധിച്ചെന്ന് വരികയില്ലല്ലോ. അതുകൊണ്ട് എന്താണ് പറയേണ്ടതെന്ന് തടിയായി. യൂസുഫ് ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 50 വർഷത്തിലധികം ബന്ധമുണ്ട് ഞങ്ങൾക്ക്. പറയുമ്പോൾ തോന്നും യൂസുഫ് ഉസ്താദിനേക്കാൾ ഒരു 10-30 വയസ്സ് എനിക്ക് കൂടുതലുണ്ടായിരിക്കുമെന്ന്. അങ്ങനെ ഒന്നുമില്ല. ഞാൻ ചെറുപ്പത്തിൽ തന്നെ 12 വയസ്സ് പ്രായമുള്ളപ്പോൾ യൂസുഫ് ഉസ്താദിനെ അറിയുന്നു. അന്ന് ഞാൻ ഓതാൻ ആരംഭിക്കുന്ന കാലം, യൂസുഫ് ഉസ്താദ് ഓതൽ അവസാനിക്കുന്ന കാലം. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഒരു ദർസിലല്ല, 2 സ്ഥലത്താണ്, എങ്കിലും പരിചയവും ബന്ധവുമായി. അതിനുശേഷം മരണപ്പെടുന്നതുവരെ ഞങ്ങൾ ഒരുമിച്ച് ദീർഘകാലമൊന്നും സേവനം ചെയ്തിട്ടുള്ള അങ്ങനത്തെ ഒരു സുഹൃത്തുക്കളോ അല്ലെങ്കിൽ പഠിക്കാൻ ഒരുമിച്ച് കൂടിയവരോ അങ്ങനെയൊന്നുമല്ല. പക്ഷെ ജീവിതത്തിൽ എന്തോ ഞങ്ങൾക്ക് വലിയ ബന്ധമായിരുന്നു. എല്ലാ കാര്യങ്ങളിലും ആരംഭകാലത്തുണ്ടായ ആ ബന്ധം അവസാനം വരെ നിലനിന്നു. യൂസുഫ് ഉസ്താദിൻ്റെ കുടുംബവുമായിട്ടും ആ നിലയിൽ ബന്ധമായിരുന്നു. അപ്പായും ഉമ്മായും എല്ലാം ബന്ധമുള്ളവരായിരുന്നു. സഹോദരങ്ങൾ അബ്ദുറൌഫ് മൗലവി, ജുബൈർ മൗലവി, അബ്ദുറഹ്മാൻ എല്ലാവരുമായിട്ടും ബന്ധമായിരുന്നു. വീട്ടിലാണെങ്കിലും അങ്ങനെ തന്നെ. മരുമകനായിരിക്കുന്ന പ്രധാനപ്പെട്ട ശിഷ്യൻ അൽ-അഹ്ബാബിന്റെ പ്രസിഡന്റ് നസീർ വാക്കവി, അദ്ദേഹം വളരെ ചെറുപ്പമായിരുന്ന സമയത്ത് തന്നെ ഓതുകയും ഓതി പഠിച്ചു. അന്നൊന്നും മകളെ കെട്ടുമെന്ന് വിചാരിച്ചിരുന്നില്ല. സുമയ്യയെ കുറിച്ച് വലിയ പരിചയമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ പിന്നീട് ആ മകളെ വിവാഹം കഴിക്കേണ്ടി വന്നു. നസീർ വാക്കവിയുടെ പിതാവുമായിട്ടും എനിക്ക് വളരെ ദീർഘകാലത്തെ ബന്ധമുണ്ട്. ഇപ്പൊ കണ്ടാലും എവിടെ വെച്ച് കണ്ടാലും ചാടി കയറി കെട്ടിപ്പിടിക്കും. ഞങ്ങൾ രണ്ടുപേരും ചിലപ്പോൾ വീഴാൻ പോകും. അങ്ങനെയുള്ള ബന്ധം ആ കുടുംബവുമായിട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് പറയണമെങ്കിൽ 10 മിനിറ്റ് 5 മിനിറ്റ് കൊണ്ടൊന്നും പറയാൻ സാധിക്കില്ല. ആകെ ഒരു കാര്യം മാത്രം പറയാം. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചു ഈ ലോകത്ത്, ലോക ജനതയുടെ മുഴുവൻ ഹിദായത്തിനായി, നേർവഴിക്കായി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല നിയോഗിച്ചു. പരിശുദ്ധമായ ഖുർആൻ ശരീഫ് അവതരിപ്പിച്ചു കൊടുത്തു. ഈ ഖുർആൻ ശരീഫ് ഓതി കേൾപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഉത്തരവാദിത്വം അല്ലാഹു തആല സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്തു. വെറുതെ ഓതി പഠിപ്പിച്ച് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കുന്ന ജോലി മാത്രമല്ല അല്ലാഹു തആല ഏൽപ്പിച്ചത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നമാ ബുഇസ്തു മുഅല്ലിമ. അല്ലാഹു തആല എന്നെ നിയോഗിച്ചത് മുഅല്ലിമായിട്ടാണ്. മുഅല്ലിം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പുസ്തകങ്ങൾ വായിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ വിശദീകരിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നവരെ കുറിച്ച് അല്ല മുഅല്ലിം എന്ന് പറയുന്നത്.
മുഅല്ലിം എന്ന് പറഞ്ഞാൽ ഏത് കാര്യം പഠിപ്പിക്കണമോ അതിനെ പ്രാക്ടിക്കലായി പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾക്കാണ് മുഅല്ലിം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങളെല്ലാം അങ്ങനെയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുളൂ ചെയ്യുന്നു, വുളൂ പഠിപ്പിക്കണം, ഓതി കൊടുത്താൽ മതി. അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ വുളൂവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖുംതും ഇലസ് സ്വലാത്തി ഫഗ്സിലൂ വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖി വംസഹൂ ബിറൂസിക്കും വഅർജുലക്കും ഇലൽ കഅബൈൻ. വുളൂവിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇതെല്ലാം ഓതിക്കൊടുത്ത് വിശദീകരിച്ച് പറഞ്ഞു കൊടുത്താൽ മതി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുളൂ അങ്ങനെയല്ല പഠിപ്പിച്ചത്. ഓരോരുത്തർക്കും ആര് വന്ന് ചോദിക്കുന്ന ആളുകളുടെ അടുക്കൽ വെള്ളം കൊണ്ടുവരാൻ പറയും, വെള്ളം കൊണ്ടുവരും. ആ വെള്ളം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യ അവസാനം വുളൂ ചെയ്ത് കാണിച്ചു കൊടുത്ത് ഇങ്ങനെ വുളൂ ചെയ്യാം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളെ പഠിപ്പിച്ചിട്ട് പറഞ്ഞു, ഹാദാ വുളൂഇ വവുളൂഉൽ അംബിയാഇ മിൻ ഖബ്ലി. ഞാൻ മാത്രം ചെയ്യുന്നതല്ല ശുദ്ധിയാക്കാൻ ഇത്, ഞാൻ ഇങ്ങനെ വുളൂ ചെയ്യുന്നു. എനിക്ക് മുമ്പ് കഴിഞ്ഞുപോയ മുഴുവൻ നബിമാരും വുളൂ ചെയ്തിരുന്നത്, അംഗശുദ്ധി വരുത്തിയിരുന്നത് ഇങ്ങനെയാണ്, ഇതുപോലെ ചെയ്യണം. സഹാബാക്കളോട് ചോദിച്ചാൽ സഹാബാക്കൾ പറയും. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്ന് സന്ദയിൽ വെച്ച് മദീനയിലെ കമ്പോളത്തിൽ കൂടി അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹത്തോട് വന്ന് ചോദിച്ചു, എങ്ങനെയാണ് വുളൂ ചെയ്യേണ്ടത്? അദ്ദേഹം വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ആരോടെങ്കിലും വെള്ളം കൊണ്ടുവന്നു. അവിടെ ഒരു കല്ലുണ്ടായിരുന്നു, അവിടെ കയറി ഇരുന്നു. എന്നിട്ട് അദ്ദേഹം വുളൂ ചെയ്തു. ഓരോ അവയവങ്ങളും ശരിയായ നിലയിൽ കഴുകി വുളൂ ചെയ്തു. തീർന്നപ്പോൾ പറഞ്ഞു, ഹാകദാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതവദ്ദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ വുളൂ ചെയ്യുന്നതാണ് ഞാൻ കണ്ടത്. സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത് പഠിപ്പിച്ചു കൊടുത്ത ആ രീതി സഹാബാക്കൾ അങ്ങനെ തന്നെ അനുവർത്തിക്കുന്നു. ഇതാണ് അല്ലാഹു തആല തങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം. ഇന്നമാ ബുഇസ്തു മുഅല്ലിമ. നമസ്കാരം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതല്ല, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയല്ല ചെയ്തത്. സഹാബാക്കളോട് പറഞ്ഞു, സല്ലു കമാ റഅയ്തുമുനി ഉസല്ലി. ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നു എന്ന് നിങ്ങൾ കണ്ട്, ഞാൻ നമസ്കരിക്കുന്നത് നിങ്ങൾ എങ്ങനെ കാണുന്നോ അതുപോലെ നമസ്കരിക്കണം. ഞാൻ പറഞ്ഞതുപോലെ നമസ്കരിക്കാനല്ല, ഞാൻ വിശദീകരിച്ചതുപോലെ നമസ്കരിക്കാനല്ല തങ്ങൾ പഠിപ്പിച്ചത്. സല്ലു കമാ റഅയ്തുമുനി ഉസല്ലി. ഞാൻ നമസ്കരിക്കുന്നത് നിങ്ങൾ എങ്ങനെ കണ്ടോ അതേപോലെ നിങ്ങൾ നമസ്കരിക്കണം. സഹാബാക്കളും അങ്ങനെ തന്നെയാ പഠിപ്പിച്ചിരുന്നത്. ഹജ്ജിന് പോയി 1,30,000-ഓളം സഹാബാക്കൾ ആണുങ്ങളും പെണ്ണുങ്ങളുമായിട്ട് ഹജ്ജത്തുൽ വദാഇൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിനായിൽ വെച്ച് പറഞ്ഞു, ദുൽഹജ്ജ് 8 എന്ന് പറഞ്ഞു, ഖുദു അന്നി മനാസികകും ഫഇന്നി ഇംറുഉൻ മഖ്ബൂൽ. ഹജ്ജിന്റെ അമലുകൾ എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് എന്ന് കണ്ട് നിങ്ങൾ അത് മനസ്സിലാക്കി പഠിച്ചു വെച്ചോളണം. കാരണം ഞാൻ നിങ്ങളോടൊപ്പം എന്നും ഉണ്ടായെന്ന് വരികയില്ല, പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിച്ചെന്ന് വരികയില്ല. അതുകൊണ്ട് കണ്ടുവെച്ചോളണം. ഇതാണ് മുഅല്ലിം. ഒരു വിദ്യാർത്ഥിയെ ഒരു കാര്യം പഠിപ്പിച്ചാൽ അത് ചെയ്ത് കാണിച്ചു കൊടുക്കണം. യൂസുഫ് ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഈ മുഅല്ലിം എന്ന രീതിയിൽ പഠിപ്പിക്കാൻ അല്ലാഹു തആല ഭാഗ്യം നൽകിയ ഒരാളാണ്. സ്വന്തം ജീവിതത്തിൽ ഈ പഠിക്കുന്ന കാര്യങ്ങൾ മുഴുവനും അനുവർത്തിച്ച് അത് കണ്ട് മറ്റുള്ളവർക്ക്, വിദ്യാർത്ഥികൾക്കെന്ന് മാത്രമല്ല, ആരാണോ കാണുന്ന ആളുകൾക്കെല്ലാം അനുകരിക്കാൻ പറ്റുന്ന തരത്തിൽ ആ ജീവിതം സ്വന്തം ജീവിതത്തിൽ പകർത്തി കാണിച്ചു കൊടുത്ത ആളാണ്. വിദ്യാർത്ഥികളെ ആ നിലയിൽ പഠിപ്പിക്കും. എനിക്കറിയാം, വിദ്യാർത്ഥികളെ ഫിഖ്ഹെല്ലാം പഠിപ്പിക്കുന്ന സമയത്ത് ചെറിയ കിതാബ് മുതൽ പഠിപ്പിക്കും. മുതഫരിദോ നൂറുൽ അബ്സാറോ ഉംദയോ നൂറുൽ ഇലാഹോ എല്ലാം പഠിപ്പിക്കും. പഠിപ്പിക്കുന്ന സമയത്ത് റുകൂഇന്റെ, സുജൂദിന്റെ, തശഹ്ഹുദിന്റെ ഒക്കെ അവസ്ഥ വരുമ്പോൾ റുകൂ എങ്ങനെയാണ് ചെയ്യേണ്ടത്, സുജൂദ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, വിദ്യാർത്ഥികളെ കൊണ്ട് ചെയ്ത് അവരുടെ കൈകാലുകൾ, മുതുക് ഇതെല്ലാം ശരിയാക്കി നിർത്തി പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. ഇന്ന് നമസ്കാരം എങ്ങനെയാണ്? ഓരോരുത്തരും അവരവർക്ക് തോന്നുന്നത് പോലെ. അതിൽ ഒരു പരിധി വരെ ആലിമ്യങ്ങളും വ്യത്യാസമല്ല എന്ന് പറയേണ്ടി വരും. എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്? നമസ്കരിക്കുമ്പോൾ കൈ എവിടെ വെക്കണം, കാലെവിടെ വെക്കണം, വിരലുകൾ എങ്ങനെയായിരിക്കണം, കണ്ണെവിടെയായിരിക്കണം, മുതുക് എങ്ങനെയായിരിക്കണം, തല എവിടെയായിരിക്കണം, റുക്കൂഇന്, സുജൂദിന് എല്ലാത്തിനും വ്യക്തമായ നിയമമുണ്ട്, വ്യക്തമായ രീതിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സഫ് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ
അമ്പ് കൊണ്ടുവന്ന് വെച്ച് സഫിന്റെ ലെവൽ നോക്കുമായിരുന്നു. സഹാബാക്കൾ പറഞ്ഞു, തങ്ങള് അമ്പിന്റെയും കുന്തത്തിന്റെയും കമ്പ്, അതിനെ ചെത്തിവെച്ച കമ്പ് ലെവലാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ഞങ്ങളുടെ സഫുകളിൽ കൊണ്ടുവന്ന് വെച്ച് നോക്കാനാണോ ഞങ്ങളെ ഇങ്ങനെ നിർത്തുന്നത് എന്ന് ഞങ്ങൾക്ക് തോന്നുമായിരുന്നു. കഅന്നമാ യുസബ്ബി ബിഹിൽ ഖദാ. സഫിൽ പോലും ഇത്രയും ഗൗരവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തിരുന്നു. ഇങ്ങനെ പഠിപ്പിച്ചതാണ് യൂസുഫ് ഉസ്താദും. അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്ത ജീവിതത്തിൽ പഠിപ്പിച്ച കാര്യങ്ങൾ സാധിക്കുന്നിടത്തോളം ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നത് അനുഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തിലും ഈ കാര്യങ്ങൾ പകർത്തുന്ന ആളായിരുന്നു, മറ്റുള്ളവർക്ക് കണ്ടു പഠിക്കാൻ. ഒരു യഥാർത്ഥ മുഅല്ലിമിന്റെ ഗുണമുള്ള ആളായിരുന്നു. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് നിങ്ങൾ എല്ലാവരും കേട്ടതാണ്, നിലപാടുകളെ കുറിച്ചും പാണ്ഡിത്യത്തെ കുറിച്ചുമെല്ലാം. അധ്യാപന രംഗത്ത് എങ്ങനെയും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം, അവർക്കത് മനസ്സിലാകണം, അറിയാതെ പോകരുത് എന്നൊരു നിർബന്ധ ബുദ്ധിയുള്ള ആളായിരുന്നു. അതുകൊണ്ട് എത്ര സമയമെടുത്തും എങ്ങനെയും അതിനെ മനസ്സിലാക്കി. ചില ഗൗരവമുള്ള വിഷയമാണ്, അഗാധമായ വിഷയമാണെങ്കിൽ അതിനുവേണ്ടി ധാരാളം കിതാബുകൾ ഒരുപാട് സമയമെടുത്ത് മുത്താല ചെയ്ത് അത് മനസ്സിലാക്കി വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. മുത്താല ഒരു ഹരമായിരുന്നു. അവസാന സമയത്ത് നേരത്തെ സഖിറാജാട് പറഞ്ഞതുപോലെ ഇവിടെ കൊണ്ടുവന്നിരുത്തി കുറച്ച് കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. അവരും ഇടയ്ക്ക് രാവിലെ ഒരു 9 മണിയാകുമ്പോൾ സ്കൂളിൽ പോകും, പിന്നെ വെറുതെ ഇരിക്കുകയാണ്. ഒരു ദിവസം കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, ഞാനിവിടെ വന്നിരിക്കുന്നത് 9 മണിയായ ഞാൻ ഫ്രീ ആവും, കുട്ടികളെല്ലാം സ്കൂളിൽ പോകും, പിന്നെ ഉള്ള സമയം എനിക്ക് വൈകുന്നേരം വരെ ഈ അലമാരി പരതിക്കൊണ്ടിരിക്കാം, വെറുതെ ഇരിക്കണ്ട. കുത്തുബ്ഖാന ഇവിടെ വെറുതെ ഇരിക്കുന്നു, അലമാരികൾ ധാരാളം കിതാബുകൾ. ഇവിടെ മുമ്പൊക്കെ പഴയ കിതാബുകൾ ഒരുപാടുണ്ടായിരുന്നു, ഇന്നതൊക്കെ എവിടെ പോയി എന്തോ അല്ലാഹു അലം. പുതിയ പുതിയ കിതാബുകളാണ്, സാധാരണ നിലയിൽ എവിടെയും കിട്ടാത്ത പഴയ കിതാബുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഇരുന്ന് പഴകിയ കിതാബുകൾ എടുത്ത് ഞാൻ ആവശ്യത്തിന് വേണ്ടി പലപ്പോഴും ഇവിടുന്ന് കോപ്പി എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ കിതാബുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അതൊന്ന് യൂസുഫ് ഉസ്താദ് ആ കിതാബുകളെല്ലാം പഴയതോ പുതിയതോ എല്ലാം അലമാരിയും വെച്ച് എനിക്കിവിടെ ഫ്രീ ആയി സമയം കിട്ടും, എൻ്റെ നേരം പോക്കുണ്ട് എന്ന് പറഞ്ഞ് മുത്താലയ്ക്ക് വേണ്ടി ഇരിക്കുകയാണെന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ നിലയിൽ എല്ലാ സമയത്തും മുത്താല ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. രാത്രി ദീർഘനേരം ടേബിൾ ലൈറ്റും വെച്ച് കിതാബ് വായിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഈ അവസാന സമയങ്ങളിൽ വരെയും കണ്ടിട്ടുള്ളതാണ്, നേരിട്ട് അനുഭവമുള്ളതാണ്. അതുപോലെ നമസ്കാരത്തിന് സമയമായാൽ പിന്നെ തയ്യാറായിരിക്കും. ളുഹർ നമസ്കാരത്തിന് സാധാരണ മദ്രസകളിലൊക്കെ പതിവ് ക്ലാസ് കഴിഞ്ഞ് കുറെ നേരം ഉറങ്ങലാണ്, എന്നിട്ടാണ് ളുഹർ നമസ്കരിക്കുക. ബാക്കിയാത്തിലുമൊക്കെ 2 മണിക്കൊക്കെയാണ് ളുഹർ നമസ്കരിക്കുന്ന പതിവ്. അവിടെ നിന്നേ ഉണ്ട്, ഇവിടെയുള്ള മദ്രസകളിലും അങ്ങനെയാണ്. പക്ഷെ യൂസുഫ് ഉസ്താദ് ഉച്ചയ്ക്ക് കിടന്ന് അങ്ങനെ ഉറങ്ങാറില്ല. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. യൂസുഫ് ഉസ്താദ് സമയത്ത് ഉളു ചെയ്ത് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമസ്കാരത്തിന് വേണ്ടി തയ്യാറാകും. ഇനി അഥവാ അല്പനേരം കിടന്നാൽ ബാങ്ക് കേൾക്കുന്നത് വരെ കിടക്കും. ക്ലാസ് കഴിഞ്ഞു ബാങ്ക് കേട്ടാൽ എഴുന്നേറ്റ് ഉളു ചെയ്ത് തയ്യാറായിരുന്ന് സുന്നത്ത് നമസ്കരിക്കും, എന്നിട്ട് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കും. പലപ്പോഴും ഉസ്താദിന്റെ ഓതൽ കേട്ടാണ് ഞാൻ കണ്ണു തുറക്കാറുള്ളത് ഉറക്കത്തിൽ നിന്നും. ഞങ്ങൾ അടുത്തടുത്ത് താമസിച്ചിട്ടുണ്ട്, അടുത്ത റൂമുകളിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ നിലയിൽ ഇബാദത്തുകളിൽ കൃത്യനിഷ്ഠ, കുട്ടികളെ പഠിപ്പിക്കുന്ന വിഷയത്തിൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധി, അതിനുവേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും എത്ര പ്രയാസപ്പെടാനും തയ്യാറുള്ള മനുഷ്യൻ, ഇങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങൾ, അഥവാ ഒരു യഥാർത്ഥ മുഅല്ലിമിന് ഉണ്ടാകേണ്ട ഗുണങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗുണം അങ്ങനെ ആയിരുന്നല്ലോ. അതുകൊണ്ടാണല്ലോ അല്ലാഹു തആല തങ്ങളെ മുഅല്ലിമായിട്ടാണ് നിയോഗിച്ചത് എന്ന് തങ്ങൾ പറഞ്ഞത്. അത് സമ്പൂർണ്ണതാണ്, അതിനോട് തുല്യപ്പെടുത്താൻ സാധിക്കുകയില്ല, ലോകത്ത് ആരെക്കൊണ്ടും കഴിയുകയുമില്ല. പക്ഷെ അതിന്റെ ഒരു ഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞരുളിയ ഒരു മഹാ പ്രതിഭയായിരുന്നു എന്ന് മാത്രം സൂചിപ്പിക്കാം. വേറെ ബാക്കി കാര്യങ്ങളിലേക്കൊന്നും കടക്കാൻ അവസരമില്ല, സന്ദർഭവുമല്ല. ബാങ്ക് കൊടുത്തു കഴിഞ്ഞു നമസ്കരിക്കാൻ എല്ലാവരും കാത്തു നിൽക്കുന്നു. ഇനിയും നീണ്ടുപോയാൽ എല്ലാവർക്കും പ്രയാസമാകും. അതുകൊണ്ട് ആ ഗുണങ്ങൾ ആലിമീങ്ങൾ പകർത്താൻ, അതുപോലെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ചിട്ട അത് സാധാരണക്കാരും ആലിമീങ്ങളുമെല്ലാം ജീവിതത്തിലേക്ക് പകർത്താൻ യോഗ്യതയുള്ളതാണ്. അത് പകർത്തുന്നത് നമ്മളുടെ ജീവിതവും നന്നാകാൻ, അതുപോലെ ജീവിതത്തിന് ചിട്ട ഉണ്ടാകാൻ കാരണമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ജീവിതം ധന്യമായിരുന്നു. നമ്മളുടെ കാഴ്ചയിൽ ആഖിറത്തിന്റെ ജീവിതവും അല്ലാഹു തആല പൂർണ്ണമായ നിലയിൽ ധന്യമാക്കി കൊടുക്കുമാറാകട്ടെ. ആ ഖബറിനെ വിശാലമായി പ്രകാശപൂരിതമാക്കി അല്ലാഹു തആല കൊടുക്കുമാറാകട്ടെ. ജീവിതത്തിൽ എന്തെല്ലാം നന്മകൾ ചെയ്തോ അത് ഖബറിന്റെ നാനാ ഭാഗത്തും വന്ന് നിന്ന് സന്തോഷിപ്പിക്കുകയും നേരം പോക്കാക്കുകയും ചെയ്യുന്ന കൂട്ടത്തിൽ അല്ലാഹു തആല ആക്കി കൊടുക്കുമാറാകട്ടെ.
ഖുർആൻ ഷരീഫിന്റെ പാരായണം ഖബറിലും കേട്ട് കേട്ട് ആസ്വദിച്ച് കിടന്ന് സന്തോഷിക്കാൻ അല്ലാഹു തആല ഭാഗ്യം നൽകുമാറാകട്ടെ. ആ കുടുംബത്തെ മുഴുവൻ അല്ലാഹു തആല ഖബൂലാക്കുകയും ഖിയാമത്ത് നാൾ വരെ ഇങ്ങനത്തെ ആദർശ ധീരരായ പണ്ഡിതന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബത്തിൽ ആ പരമ്പരയിൽ ഖിയാമത്ത് നാൾ വരെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.